പോലീസും സ്കൂൾ അധികൃതരും ചേർന്ന് വരുത്തിവെച്ച വിനയാണ് വ്യാസ വിദ്യാപീഠം വിദ്യാലയത്തിലെ +1 വിദ്യാർത്ഥിനി രുദ്രയുടെ ആത്മഹത്യയെന്ന് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. രുദ്രയുടെ ആത്മഹത്യക്ക് കാരണക്കാരായവരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന സ്ഥലങ്ങളിൽ പോലും പല വിധത്തിലുള്ള പീഡനങ്ങളും റാഗിങ്ങുകളും നടക്കുന്ന അന്തരീക്ഷമാണ് മിക്ക വിദ്യാലയത്തിലുള്ളത്. അത് പലപ്പോഴും ഇതിലും ഞാൻ അറിയാൻ കഴിഞ്ഞ ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് കേട്ടത്, ഇതിനെക്കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുത്തു, ബന്ധപ്പെട്ട സ്കൂൾ അധികൃതർക്ക് പരാതി കൊടുത്തു, എന്നിട്ടും അതിന് പരിഹാരം കാണുകയാണെങ്കിൽ ഈ കുട്ടിയുടെ ആത്മഹത്യ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ ആർക്കാണ് ഇത് വീഴ്ച സംഭവിച്ചത്? ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള ആ കുട്ടിയുടെ ആത്മഹത്യക്ക് കാരണക്കാരും അവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഈ മാർച്ചിലുള്ളത്. അത് മൂടിവെക്കാതെ ആരെങ്കിലും സംരക്ഷിക്കാൻ ശ്രമിക്കാതെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ ഇടപെടൽ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാർച്ച്. അത് 100% ചെയ്യണം എന്ന് മാത്രം പറഞ്ഞു. ഇവിടെ മാത്രം ബോംബിനെ പന്നിപ്പടക്കമാക്കാൻ ശേഷിയുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്നും എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ പറഞ്ഞു. ദുരൂഹതകൾ നിറഞ്ഞ നിലയിലാണ് വ്യാസ വിദ്യാപീഠത്തിന്റെ പ്രവർത്തനം. മകൾക്കു നേരെയുണ്ടായ അതിക്രമത്തിനും ഭീഷണിക്കും നേരെ രക്ഷിതാക്കൾ കഴിഞ്ഞ 20-ന് പോലീസ്, സ്കൂൾ അധികൃതർ, മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ രുദ്രയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നില്ല. സീനിയർ വിദ്യാർത്ഥികളുടെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ അധികൃതർ കൂട്ടുനിൽക്കുകയായിരുന്നു. എന്തും ഒതുക്കി തീർക്കാൻ കരുത്തുള്ള സ്കൂൾ അധികൃതർക്ക് കുടപിടിക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിച്ചതെന്നും തങ്കപ്പൻ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, UDF കൺവീനർ P ബാലഗോപാൽ, കൗൺസിലർമാരായ മോഹൻ ബാബു, പ്രദീപ, C ഭവദാസ്, സുധാകരൻ പ്ലക്കാട്ട്, ഹരിദാസ് മച്ചിങ്ങൽ എന്നിവർ സംസാരിച്ചു.